സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡിട്ട സ്വർണ്ണവില 76,960 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 150 രൂപ വർദ്ധിച്ച് 9,620 രൂപയായി. ബീന റാണി ചേരുന്നു. ബീന, സ്വർണ്ണവില ഇങ്ങനെ കുതിക്കുകയാണ്. ഓണക്കാലമാണ്, വിവാഹ സീസണാണ്. എങ്ങനെയാകും ബാധിക്കുക? രോഹിണി, സംസ്ഥാനത്ത് സ്വർണ്ണവില ക്രമാതീതമായി ഉയരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ടാൽ പൊള്ളുന്ന വില എന്ന് തന്നെ പറയേണ്ടി വരും. വില ഏതാണ്ട് 1,00,000-അടുത്തേക്ക് എത്തുന്നത് എപ്പോഴാണെന്ന് മാത്രമേ ഇനി നോക്കാനുള്ളൂ. ഇന്നിപ്പോൾ ആദ്യമായി 76,000 രൂപ എന്ന നിലവാരം സ്വർണം മറികടന്നിട്ടുണ്ട്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 76,960 രൂപയാണ്. ഗ്രാമിന് 9,620 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഒറ്റയടിക്ക് 1,200 രൂപയുടെ വർധനവാണ് ഒരു പവന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഗ്രാമിന് 150 രൂപയും വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും രാജ്യാന്തര സ്വർണ്ണവിലയിലുണ്ടായ ഒരു കുതിപ്പാണ് കേരളത്തിലും വില വർധനയ്ക്ക് കാരണമായതെന്ന് തന്നെ കാണാം. കേരളത്തിൽ നിലവിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏകദേശം 82,000 രൂപ നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. GST, ഒപ്പം തന്നെ പണിക്കൂലി തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തി കണക്കാക്കുമ്പോൾ ഇത്രയും തുക നൽകിയാൽ മാത്രമേ ഒരു പവൻ സ്വർണം ലഭിക്കുകയുള്ളൂ. മേക്കിംഗ് ചാർജ് കൂടുതലുള്ള ആഭരണങ്ങൾക്ക് ഇതിലും മേലെ വില ആകുമെന്ന് കാണാം. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വ്യാപാര യുദ്ധത്തിന്റെ ഒരു കാറ്റ് തന്നെയാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ ഒരു കാരണമായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ സ്വർണം ഒരു മികച്ച ആസ്തിയാണ്, അല്ലെങ്കിൽ അത്ര നല്ല നേട്ടം കൊയ്യാം എന്നുള്ള ഒരു ചിന്തയും നിക്ഷേപകർക്കുണ്ടാവും. ഇതോടൊപ്പം തന്നെ ഡോളർ രൂപ വിനിമയ നിരക്കിലെ വ്യതിയാനവും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ അന്താരാഷ്ട്ര തലത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുമോ അപ്പോഴൊക്കെ തന്നെ സ്വർണത്തിലേക്ക് നിക്ഷേപകർ കൂടുതലായി കടക്കുന്നുണ്ട്. ഇതൊരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കണക്കാക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് കാണാം. എന്തായാലും സ്വർണ്ണവില ഇനിയും വീണ്ടും വർദ്ധിക്കുമെന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് വ്യാപാരികൾ ഉള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹ സീസണാണ് ഇപ്പോൾ. ഈ സമയത്ത് സ്വർണ്ണവില കൂടുന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കും. ഒപ്പം തന്നെ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് നേരത്തെ പ്രീ ബുക്കിംഗ് എടുത്ത സ്വർണ്ണാഭരണങ്ങളെല്ലാം അതേ വിലയിൽ തന്നെ ഉപഭോക്താക്കൾക്ക് നൽകേണ്ട ഒരു സാഹചര്യം വരും. അത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കും. എന്നിരിക്കലും സ്വർണ്ണവില കൂടുമെന്ന് തന്നെയാണ് വ്യാപാരികൾ ഇപ്പോഴും പറയുന്നത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.